പണ്ട് മുതലേ തൊട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്, എങ്ങനെയാണ് കശ്മീരിൻ്റെ പകുതി ഭാഗം പാകിസ്ഥാനിലേക്ക് എത്തിയത്, പകുതി ഭാഗം ഇന്ത്യയിലെത്തിയത്? പലർക്കും അറിയില്ല, നമ്മൾ സ്കൂളിലോട്ട് പഠിച്ചിട്ടുമില്ല. 1947 വിഭജന സമയത്ത് ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും കൂടെ കശ്മീർ ചേർന്നില്ല. അപ്പോൾ അന്നത്തെ കാശ്മീരിൻ്റെ രാജാവിൻ്റെ പേര് ഹരിസിംഗ് എന്നായിരുന്നു. വിഭജനം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പാകിസ്ഥാനെ ആക്രമിച്ചു, കശ്മീരിനെ ആക്രമിച്ച് ഏകദേശം പകുതി ഭാഗത്തോളം കീഴടക്കി. അപ്പോഴാണ് ഹരിസിംഗ് ഇന്ത്യയുടെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടത് നമ്മളെ രാജ്യം രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ത്യ ഒരു കരാർ വെച്ചു, നമ്മൾ യുദ്ധം ചെയ്ത് രക്ഷിക്കണമെങ്കിൽ കശ്മീർ ഇന്ത്യയുടെ ഭാഗമാക്കാമെന്നുള്ള ഒരു കരാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കരാറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഏകദേശം പകുതിയോളം കാശ്മീരിൻ്റെ ഇന്ത്യയും പിടിച്ചെടുത്തു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് കശ്മീരിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് യുദ്ധത്തിന് പോയില്ല. അതിന് പ്രധാനമായിട്ടുള്ള 4 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമതായി, പാകിസ്ഥാനുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് ആൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം, കാശ്മീരിലെ ജനങ്ങളുടെ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ ഭയങ്കര ദുരിതവും പ്രശ്നങ്ങളൊക്കെ ആവുമല്ലോ, അപ്പോൾ ആ ഒരു പ്രശ്നമാണ് പറയുന്നത്. നാലാമത്തെ പ്രശ്നം, ഇന്ത്യൻ ആർമിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ 4 കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് ജവഹർലാൽ നെഹ്റു ഹരിസിംഗിനോട് നീതി പുലർത്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുടെ ഭാഗമാക്കി തരാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് വിധേനയും പാക് അധിനിവേശ കാശ്മീരിൽ നിന്ന് അന്നേ പിടിച്ചെടുക്കേണ്ടതായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?